ജനാധിപത്യ സർക്കാർ അട്ടിമറിക്കപ്പെട്ടതിനു ശേഷം സാമ്പത്തികമായി തകർന്ന മ്യാൻമാറിൽ സ്ത്രീകളുടെ പ്രധാന ഉപജീവന മാർഗമായി ലൈംഗിക വൃത്തി മാറിയിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണൽ തൊഴിലെടുത്തിരുന്നവരുമായ സ്ത്രീകൾ വരെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നു. ഫെബ്രുവരിയിൽ ഓങ് സാൻ സൂചിയുടെ ജനാധിപത്യ സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചതോടെയാണ് ഈ ദുരിതകാലം ആരംഭിക്കുന്നത്. മധ്യവർഗത്തിന്റെ ജീവിത നിലവാരത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ട 3 വർഷങ്ങളാണ് പിന്നീടുണ്ടായത്. ഇക്കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണൽ തൊഴിലെടുത്തു വരുന്നവരുമായ സ്ത്രീകൾ വരെ ലൈംഗിക വൃത്തിക്ക് തള്ളിവിടപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ അതിജീവനത്തിനായി തെരുവിലിറങ്ങിയ സ്ത്രീകളുടെ അനുഭവങ്ങളാണ് പറയുന്നത്. മ്യാൻമാറിൽ ലൈംഗിക തൊഴിൽ നിയമവിരുദ്ധമാണ്. പോലീസ് പിടികൂടുന്ന പക്ഷം കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടുകയാണ് ഏകമാർഗം. നിയമത്തെ ഒളിച്ചും താല്പര്യമില്ലാതെ ഈ തൊഴിൽ എന്തിനു തുടരുന്നു എന്ന ചോദ്യത്തിന് ഒരുത്തരമാണുള്ളത്. കുടുംബത്തെ, കുട്ടികളെ പട്ടിണിക്കിട്ട് മാറി നിൽക്കാനാകില്ല. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയ ബിരുദവുമായി ചെന്നാൽ ജോലി ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇന്ന് മ്യാൻമാറിലില്ല. ഓരോ പ്രവിശ്യയും വിവിധ വിമത സംഘടനകളുടെ പിടിയിലാണ്. ഇതോടെ ഉപജീവനം നേടിയവർ ഡേറ്റ് ഗേൾസ് എന്ന മ്യാൻമാറിൽ അറിയപ്പെടുന്ന ലൈംഗിക വൃത്തിയിലേക്ക് ഇറങ്ങി. $5 മറ്റേതെങ്കിലും തൊഴിലിൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ശരാശരി വരുമാനമെങ്കിൽ ഈ തൊഴിലിൽ ഒരൊറ്റ രാത്രി കൊണ്ട് $80 വരെ ലഭിക്കുമെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.